നോക്കൂ, എല്ലാവരും പറയുന്നത് നമുക്കിപ്പോൾ എത്ര ഉപഭോഗിക്കാൻ കഴിയും. ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പല ആളുകളെയും ഞാൻ കാണാറുണ്ട്. പലരുടെയും ജീവിതത്തിലെ ഭോഗാസക്തിയാണ് പലപ്പോഴും അവരെ കാര്യക്ഷമമായി തകർക്കുന്നത്. ഈ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട്, വലിയൊരു മാനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന് പറയുമ്പോൾ എന്താ അതിൽ ശരിയായിട്ട് നമ്മളിപ്പോൾ നോക്കൂ. അതായത് നമുക്കിപ്പോൾ ഒരു ശമ്പളം കിട്ടുന്നു, ഒരു 10,000 രൂപ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ 20,000 രൂപ ശമ്പളം കിട്ടും. അതിൽ എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ഭോഗിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഭക്ഷണം കഴിക്കുന്നു, യാത്ര പോകുന്നു, പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു, അങ്ങനെ അതിന് പൈസ തികയാത്തതുകൊണ്ട് ബാക്കി കടമായിട്ട് വാങ്ങിക്കുന്നു. സ്വാഭാവികമായും അത് ഭോഗം മാത്രമാണ്. ലൗകിക ജീവിതത്തിൽ പോലും ഭോഗം ത്യാഗപൂർവകമായിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ സെറ്റ് ബാക്ക്, തിരിച്ചടികളുണ്ടാവും. നോക്കൂ, നമ്മളിവിടെ ജീവിതത്തിൽ നമുക്ക് ഒരു യാത്ര പോകണ്ട എന്നോ, നമുക്കൊരു മൊബൈൽ ഫോൺ വേണ്ട എന്നോ, നിങ്ങൾക്ക് വീട് വേണ്ട എന്നൊന്നും അല്ല പറയുന്നത്. ഇതൊക്കെ വേണം എന്ന് തന്നെയാണ് ഉപനിഷത്തും പറഞ്ഞിരിക്കുന്നത്. ഭോഗിക്കണം എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. ഭോഗ്യങ്ങളായവയെ ഭോഗിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് തെക്തേന ഭുഞ്ചീതാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ത്യാഗപൂർവമായിരിക്കണം ആ ഭോഗശൈലി എന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് വേണ്ടിടത്ത് അത് വേണ്ട എന്നും വേണ്ടാത്തിടത്ത് വേണമെന്നും പറയുന്ന ശൈലി പാടില്ല എന്നും, എനിക്കത് വേണം എന്നത്ര മതി, ഇവിടെ വെച്ച് ഞാനിത് അവസാനിപ്പിക്കും എന്ന് പറയാനുള്ള ഒരു കഴിവിനെയാണ് നമുക്കിവിടെ ത്യാഗപൂർവമായ ഭോഗശൈലിയിലേക്ക് കൊണ്ടുവരുന്നത്. നിത്യേന ആവശ്യമായ ആഹാരം മുതൽ ലോകചക്രവർത്തി പദം വരെ എന്ന ഉള്ളൊരു ഐശ്വര്യമുണ്ടല്ലോ, അതുവരെ മനുഷ്യന് നേടാൻ ഒരു പ്രയാസമില്ല. അലക്സാണ്ടർ അതിനു വേണ്ടിയാണല്ലോ ഇന്ത്യയിലേക്കൊക്കെ വന്നത്, അല്ലേ? അതായത് ആഹാരത്തിനല്ല, അദ്ദേഹം എന്തിനാണ് വന്നത്? ലോകചക്രവർത്തി പദം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്രമിച്ച് വെടിയത്. എന്നിട്ട് അദ്ദേഹത്തിന് അത് കൈവരിക്കാൻ പറ്റിയോ? ഇല്ല. അദ്ദേഹം ഭാരതത്തിൽ നിന്ന് മടങ്ങവേ അദ്ദേഹം മരിച്ചുപോയി. ഈ ഭാരതത്തിലും അദ്ദേഹത്തിൻ്റെ യുദ്ധം വിജയിച്ചില്ല എന്നാണ് പല കോണ്ടെക്സ്ച്വൽ തെളിവുകൾ ഹിസ്റ്റോറിക്കലി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിവാഹം കഴിച്ച് സന്താനങ്ങളെ ജനിപ്പിക്കാം, കൃഷിയും വാണിജ്യവും ചെയ്ത് ധനം സമ്പാദിച്ച് വേണ്ടുവോളം ഉപഭോഗിക്കാം, മനുഷ്യനെല്ലാം ചെയ്യാം. പക്ഷേ അത് ത്യാഗഭാവത്തോടെ ആയിരിക്കണം എന്നുള്ളതാണ് മുഖ്യം. എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് അതിൽ മുഖ്യമാണ്. നമ്മൾ പണ്ടുള്ളവർ പറയും, വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ചക്ക മുറിക്കണം, കാരണം ചക്കയിലുള്ള വിളഞ്ഞി കയ്യിലാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൽ ത്യാഗഭാവത്തോടു കൂടി ഇരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഉപനിഷത്തിൻ്റെ സന്ദേശം. നിങ്ങൾക്കൊന്നും വേണ്ട എന്നല്ല, നിങ്ങൾ ഉപഭോഗിക്കേണ്ട എന്നല്ല, ഇതൊന്നുമല്ല ഉപനിഷത്തുകൾ പറയുന്നത്. ഈശാവാസ്യം വളരെ കൃത്യമായി തന്നെ പറയുന്നത് ത്യാഗഭാവത്തോടു കൂടി തന്നെ ആയിരിക്കണം നിങ്ങളുടെ കാര്യങ്ങൾ. സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ, ദാനം ചെയ്യുക, വിദ്യാദാനം ചെയ്യുക, പഠിപ്പിക്കുക, മറ്റു നല്ല കിണർ കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുള്ള അനേകം നല്ല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഫലത്തെ നമ്മൾ ത്യാഗപൂർവം ഉപഭോഗിക്കാൻ പഠിക്കണം. ത്യാഗപൂർവം നമ്മൾ എന്ത് ചെയ്യണം? ഉപഭോഗിക്കാൻ പഠിക്കണം. പലപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് വീണു പോവും. നാലാൾക്കാർ നമ്മളെ പുകഴ്ത്തുമ്പോൾ നമ്മളതിൽ വീണു പോവും. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ കാറിൻ്റെ പരസ്യം കാണുമ്പോൾ, ഒരു മൊബൈൽ ഫോണിൻ്റെ പരസ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ഭൗതികമായ നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ത്യാഗപൂർവം ഉപഭോഗിക്കുക എന്ന് പറയുന്ന പദ്ധതി പഠിച്ചില്ലെങ്കിൽ നമുക്ക് വരാവുന്ന ദോഷം എന്ന് പറയുന്നത് ഭൗതിക പുരോഗതിക്ക് പിറകെ ഭ്രാന്തെടുത്ത് ഓടുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. ഇങ്ങനെ ഓടരുത് എന്നാണ് ഉപനിഷത്തിൻ്റെ മുഖ്യമായ സന്ദേശം. നിങ്ങൾക്കൊക്കെ ആവാം,
പക്ഷേ ആവുന്നതിന് എന്തുണ്ട്? ഒരു പരിധി നിർണ്ണയിക്കണം.